നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ വെറും 3 ഐറ്റം വെച്ചിട്ട് നമ്മുടെ സ്കിൻ കെയറിലെ 6ാമത്തെ ദിവസമാണ്. നല്ല അടിപൊളി പാക്കാണ്. നമ്മുടെ മുഖത്തെ മെയിനായിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റും. അതുമാതിരി തന്നെ കണ്ണിനിടയിലെ ഡാർക്ക് സർക്കിൾ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അത് നല്ലപോലെ മാറ്റിത്തരാൻ സഹായിക്കും. പിന്നെ സ്കിന്നിന് നല്ലൊരു തിളക്കം കൊണ്ടുവരാൻ പറ്റിയ ഒരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വെറും അടുക്കളയിലുള്ള 3 ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച് എൻ്റെ പേര് ദീപ എന്നാൽ ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. ഈ സ്കിൻ കെയർ 15 ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയേക്കണത്. നിങ്ങൾ ഇതിൽ ചാലഞ്ചിൽ ഉണ്ടെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് അതൊക്കെ ഒന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ ഡെയിലി ഉപയോഗിക്കണം, വെള്ളം ധാരാളം കുടിക്കണം, മധുരമൊക്കെ പാടെ ഉപേക്ഷിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതും കൂടി ശ്രദ്ധിച്ചാൽ ഈ വെറും 15 ദിവസത്തെ സ്കിൻ കെയറാണ് നമ്മൾ ചെയ്തേക്കണത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കറിയുള്ളൂ. എത്ര പേര് കൂടിയുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ആവശ്യം ഒരു ഉരുളക്കിഴങ്ങാണ്, തൊലി കളഞ്ഞ് വെച്ചിരിക്കുക. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസാണ് ആവശ്യം. അപ്പോൾ മിക്സിയിലടിച്ചോ ഗ്രേറ്റ് ചെയ്തോ നിങ്ങളിതൊന്ന് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും അറിയണതാണ് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കളയാനും അതുമാതിരി തന്നെ മുഖക്കുരു വന്ന പാടുകൾ അണച്ചാലും കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ അണച്ചാലും അതുമാതിരി തന്നെ മുഖം വെളുക്കാനാണെച്ചാലും എല്ലാത്തിനും ഉരുളക്കിഴങ്ങ് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് സ്കിൻ കെയറിൽ എപ്പോഴും ചേർത്തണത് നല്ലതാണ്. ഇത് ഉണക്കി പൊടിച്ച് നിങ്ങൾ പൊടിയാക്കി എടുത്ത് വെച്ച് ദിവസവും ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിൻ കെയറിൽ എപ്പോഴും ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും 3 ദിവസമെങ്കിലും നിങ്ങൾ ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ പ്രോബ്ലങ്ങളൊക്കെ മാറ്റാനും മുഖത്തിന് നല്ലൊരു കളറ് ഒരു ഗ്ലോ ഒക്കെ കൊണ്ടുവരാനൊക്കെ നല്ലപോലെ സഹായിക്കും കേട്ടോ ഉരുളക്കിഴങ്ങ്. ഇപ്പം ഞാൻ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് മൊത്തം ഗ്രേറ്റ് ചെയ്തെടുത്തു. നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് മാറ്റിയെടുക്കാം. ഒരു ബൗൾ വയ്ക്കുക. ബൗളിലേക്ക് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക. ഇത് മൊത്തം ജ്യൂസും ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മൊത്തം ജ്യൂസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസിലേക്ക് നമുക്ക് ആവശ്യം നമ്മുടെ 1 സ്പൂൺ കടലമാവ് നമുക്കിതിലേക്ക് നിറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം ഓറഞ്ച് പീൽ പൗഡറാണ്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത്. ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഓറഞ്ച് വാങ്ങുമ്പോൾ തൊലി ഉണക്കി പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ചത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വാങ്ങിയതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ഇതിലേക്കൊരു 1/2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ നിൽക്കേണ്ടത് നമ്മുടെ കടലമാവാണ് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുഖത്തെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഇത് നിങ്ങളെ സഹായിക്കും. അഴുക്ക് കളയാൻ സഹായിക്കുന്നതാണ് കടലമാവ്. നല്ലപോലെ ഒരു കളറ് വരാൻ നല്ലൊരു ഗ്ലോ വരാനും കൂടി കടലമാവ് സഹായിക്കാറുണ്ട്. നമുക്ക് സ്കിൻ കെയർ മാത്രമായിട്ടല്ല, കുളിക്കുന്ന സമയത്ത് നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ടാന് മാറാനും സ്കിന്നിനൊരു തിളക്കം വരാനും നല്ലപോലെ സഹായിക്കുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച്, അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ സ്കിന്നിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതോ ഒരു 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ഒറ്റിച്ച് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. നമ്മുടെ ആലുവാണ്, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് ആവശ്യം. അരച്ചെടുക്കണവർക്ക് അരച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് കടലമാവാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കടലമാവ് 1 സ്പൂൺ എടുക്കുകയെന്ന് വെച്ചാൽ 1/2 സ്പൂൺ മാത്രം നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക. ഓൺലൈൻ വഴി വാങ്ങണവർക്ക് അത് ഉപയോഗിക്കുക. വീട്ടിൽ പൊടിച്ചതാണ് അത് ഉപയോഗിക്കുക. എങ്ങനെയാണ് വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് ആലു മെയിനായിട്ട് ഇതിലേക്ക് വേണം കേട്ടോ. ഉരുളക്കിഴങ്ങ് മെയിനായിട്ട് ഇതിൽ വേണം. മെയിനായിട്ട് ഇത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പാക്കാണ്. ഉരുളക്കിഴങ്ങാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ടൈപ്പ് തന്നെ മാറ്റിയെടുക്കാൻ. നമ്മുടെ ഡിസ്കളറേഷൻ ഉണ്ടാവും. പല മുഖത്ത് പല കളറുള്ളത് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? വായ ചുറ്റും ഒരു കളറായിരിക്കും, അതുമാതിരി തന്നെ കണ്ണിൻ്റെ അവിടെ വേറെ കളറായിരിക്കും, നെറ്റി വേറെ കളറായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മാറാൻ നമുക്കിത് ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിനെ സ്കിൻ ടോൺ ഒരേപോലെ ആക്കിയെടുക്കാൻ നിങ്ങളെ ഞാൻ നല്ലപോലെ സഹായിക്കും. ഇപ്പോൾ എൻ്റെ ഫേസ് ഫസ്റ്റ് കണ്ടവർക്ക് മനസ്സിലാവും. എൻ്റെ ഫേസിൽ ഇങ്ങനെ ഒരു പല കളറായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ സ്കിന്ന് ശ്രദ്ധിക്കാതെ ആയപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ ആ ഒരു അവസ്ഥയിലായിരുന്നു. കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു,
അതുപോലെ തന്നെ മോക്കുരു വന്ന പാടുകളുണ്ടായിരുന്നു. അതിനെയൊക്കെ ഞാൻ മാറ്റിയെടുത്തത് ഇങ്ങനെയുള്ള വീട്ടിലുള്ള ഈ വക ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഒരു പാർലറിൽ പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്യുക അലച്ച വേറെ വൈറ്റനിങ് ക്രീം തേക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള ഇത് വെച്ച് നമ്മൾ അടുക്കളയിലുള്ള ഇത് വെച്ചിട്ട് ചെയ്തതാണ്. നമുക്ക് കുറച്ച് ടൈം എടുക്കും നമുക്കിതൊക്കെ മാറി നമ്മുടെ സ്കിന്നൊന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ശരിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ പഴയ ആ സ്കിൻ ടോണിലേക്ക് നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോകില്ല. ആ സ്ഥാനത്ത് വൈറ്റനിങ് ക്രീമൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തേക്കാതാവുമ്പോഴേക്കും ആ റിസൾട്ടൊക്കെ മാറും. സ്കിന്നിലാകെ പ്രശ്നങ്ങൾ തുടങ്ങും വൈറ്റനിങ് ക്രീം തേക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമില്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്ക്, മെല്ലെ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള റിസൾട്ടൊന്നും പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അത് പോവില്ല പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ സ്കിൻ ശ്രദ്ധിക്കാതിരിക്കരുത്. ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഓരോ പാക്ക്, ഒരേ പാക്ക് ഉപയോഗിക്കണേക്കാളും നല്ലത്. ഞാൻ തേച്ച് എനിക്ക് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ പല പാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഒരേ പാക്ക് ഉപയോഗിക്കുമ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നല്ലപോലെ തോന്നാറുണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല. അങ്ങനെ ഞാൻ പല പാക്കുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. അങ്ങനെയാണ് എനിക്ക് റിസൾട്ട് കിട്ടിയതും. കമൻറ്റ് വഴി പലരും ചോദിക്കാറുണ്ട് ഓരോ ദിവസം ഓരോ പാക്ക് ഉപയോഗിക്കുന്നത് ഏതാ ഉപയോഗിക്കേണ്ടത്, ഏത് ചെയ്യുമ്പോഴാണ് റിസൾട്ട് എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഓരോന്ന് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിന്നിക്ക് എങ്ങനെയാണോ റിസൾട്ട് കിട്ടുന്നത് അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തേക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതിൻ്റെ റിസൾട്ട് പോരാന്ന് അങ്ങനെ തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പാക്ക് ഉപയോഗിക്കുക. അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാറ്. എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എല്ലാത്തിനും കമൻറ്റ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഓരോ വീഡിയോയിലും അതിൻ്റേതാ നിങ്ങൾ ചോദിക്കുന്ന ചില കമൻറ്റിൻ്റെയൊക്കെ മറുപടി ഞാനിങ്ങനെ പറഞ്ഞു തരേണ്ടത്. പിന്നെ ഇതിൻ്റെ ചോട്ടിൽ ചില ആൾക്കാർ പറയാറുണ്ട് എന്തൊക്കെ തേച്ചിട്ട് നിങ്ങൾ മുഖം വെളുത്തിട്ടില്ലല്ലോ, നിങ്ങൾ വെളുത്തിട്ടൊന്നും അല്ലല്ലോ എന്ന്. ഞാൻ ഒരു ഇതിലും വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വെളുത്തിട്ടാണെന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇരുനിറാണ്, ഞാൻ വെളുത്തിട്ടല്ല എന്നുള്ളത്. ഇപ്പോഴും ഞാൻ ഇരുനിറന്നെ, വെളുത്തിട്ടൊന്നും അല്ല. നമ്മളൊരു വെളുത്ത് വൈറ്റനിങ് ക്രീം കളിച്ച് വെളുത്തു തുടുത്തു എന്നൊക്കെ പറയണത് നമ്മൾ ആ സമയത്ത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ആ ഒരു മാറ്റമാണ് കാണിച്ചു തരുന്നത്. ക്രീം ആണെച്ചാലും നമ്മൾ പാക്കാണെങ്കിലും തേച്ച് കഴുകി കഴിയുമ്പോൾ ആ സ്കിന്നിൽ വരുന്ന ആ ഒരു മാറ്റമാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത്. അല്ലാണ്ട് ഞാൻ വെളുത്ത് തുടുത്തിട്ടുള്ള ഒരു പെണ്ണൊന്നും അല്ല കേട്ടോ. പിന്നെ മാറ്റം എൻ്റെ മുഖത്ത് ഒരുപാട് ഞാൻ വരുത്തിയിട്ടുണ്ട്. അത് എനിക്ക് തന്നെ അറിയാം. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയണത് കേൾക്ക്. നിങ്ങൾക്ക് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിനെ നിങ്ങൾക്ക് നേരാക്കി എടുക്കണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ സ്കിന്നിനെ മാറ്റിയെടുത്ത കാര്യമാണ് ഞാൻ എപ്പോഴും വീഡിയോയിലൂടെ പറയാറുള്ളത്. അല്ലാണ്ട് ഇപ്പം ഞാൻ വെളുത്ത് തുടുത്തിട്ടാണെന്ന് ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ സ്കിൻ ടോൺ നിങ്ങൾക്ക് മാറ്റണോ, നിങ്ങളുടെ മുഖം സ്കിന്നൊന്ന് ഹെൽത്തി സ്കിന്നാക്കണോ, പാടുകളില്ലാതെയും മോക്കുരു ഇല്ലാതെയും പിഗ്മെൻറ്റേഷൻ ഇല്ലാതെയും ഡിസ്കളറേഷൻ ഇല്ലാതെയും കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളൊന്നും ഇല്ലാതെയും അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ചിലവരുടെ മുഖത്തൊക്കെ കണ്ടിട്ടില്ലേ, പിമ്പിൾസ് മാർക്സ് ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ട് വെച്ചാൽ അവർക്കൊക്കെ ഇതിൽ കൂടാ. അതാണ് ഞാൻ പറയാറുള്ളത്. അല്ലാതെ ഒരിക്കലും ഞാൻ വെളുത്ത് തുടുത്തിട്ടാ നിങ്ങൾക്ക് എന്നെ പോലെ വെളുക്കണമെന്ന് ഞാൻ ഒരു വീഡിയോയിലും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് അങ്ങനെയൊക്കെ കമൻ്റ് ഉണ്ട്. നിങ്ങളെല്ലാം കേൾക്കാതെയാണ് നിങ്ങൾ വന്ന് കമൻ്റ് ഇടുന്നത്. നിങ്ങൾ ഏത് വേണിച്ച് നോക്കിക്കോ, ഞാൻ ഒന്നിലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വെളുത്തിട്ടാണെന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ കറുത്തിട്ടും അല്ല ഞാൻ വെളുത്തിട്ടും അല്ല, ഒരു ഇരുനിറം അങ്ങനെ ഒരു സ്കിൻ ടോണാണ് എൻ്റെ. അപ്പോൾ ഇന്നത്തെ പാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മുഖത്തെ ഈ വക പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലപോലെ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം ഞാൻ തേക്കണതിൻ്റെ ഒപ്പം ഇപ്പം ഞാൻ എൻ്റെ മോനും കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അവൻ്റെ സ്കിന്നിന് നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിൽ പറയണത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മുഖത്തൊക്കെ തേച്ചു. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കതിൻ്റെ റിസൾട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റായി. നല്ലപോലെ വലിഞ്ഞ് മുറുകാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിക്കുക. വെള്ളത്തിൽ കൈ മുക്കി ഒന്ന് നനച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇടണതിന് മുമ്പ് നല്ലൊരു മസാജ് കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെ ഒരു 2-3 മിനിറ്റിൻ്റെ മസാജ് കൊടുക്കുക. അതിന് ശേഷം മാത്രമേ കഴുകി കളയാവൂ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്, നല്ലൊരു കളറ് വന്നിട്ടുണ്ട് മുഖത്തിന്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസ് ആണ് ഞാനിത് ചെയ്തത്. ഒരാൾ പറഞ്ഞത് അനുസരിച്ചാണ് ഞാനിത് ചെയ്തത്. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹിന്ദിക്കാരി ചേച്ചി പറഞ്ഞു തന്നിട്ടാണ് ഞാനിത് ചെയ്തത്. ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ അതും കൂടി ഉൾപ്പെടുത്തി നോക്കിയതാണ്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കണത്. നല്ലൊരു ഗ്ലോ, നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കാൻ മറക്കരുതേ. ഓക്കെ, ബൈ.